വെഞ്ഞാറമൂടിന്റെ പഴയ കഥകൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു റെസ്റ്റോറന്റ്. കയറി ചെല്ലുമ്പോൾ തന്നെ വെഞ്ഞാറമൂടിന്റെ ആദ്യത്തെ ഗ്രന്ഥശാല കാണാം. പിന്നെ വെഞ്ഞാറമൂടിന്റെ ചരിത്രം മൊത്തം അവിടുത്തെ മതിലുകളിലുണ്ട്. സ്വന്തം നാടിനെ ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾ തുടങ്ങിയ ഒരു റെസ്റ്റോറന്റ്. വലിയ പാർട്ടി ഹാൾ മുതൽ എവിടെ നോക്കിയാലും വെഞ്ഞാറമൂടിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഇവിടെ. ആദ്യത്തെ സിനിമാ നടന്മാരും രാഷ്ട്രീയ നേതാക്കളും ഒരുപാട് കലാകാരന്മാരും, അങ്ങനെ പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകളുണ്ട് ഇവിടെ. വെഞ്ഞാറമൂട്ടിൽ സൈക്കിളിൽ ആദ്യമായിട്ട് ബ്രൂ കോഫി കൊടുത്ത തങ്കപ്പൻ പിള്ളയും, അതുപോലെ വെഞ്ഞാറമൂട്ടിൽ ആദ്യമായിട്ട് മീനും ഊണും കൊടുത്ത അക്കാളമ്മയും ഇവർ ഈ റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോ ഇവരെ ആരെയും മറന്നില്ല. അങ്ങനെ എല്ലാരും ഓർമ്മിച്ചുകൊണ്ട് വെഞ്ഞാറമൂടിന്റെ ചരിത്രം വിളമ്പുന്ന ഒരു റെസ്റ്റോറന്റ്. അകത്തോട്ട് പോയി നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചട്ടിച്ചോറ് നോക്കാം. ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും കണവ റോസ്റ്റും മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും കപ്പയും ബാക്കി കൂട്ടുകറികളും എല്ലാം കൂടെ ചേർത്ത് വരുന്ന അടിപൊളി ഒരു ചട്ടി. അതിൽ ഇതുപോലൊരു നല്ലൊരു മീൻകറിയും കൂടെ ഒഴിച്ച് നല്ലപോലെ കൂട്ടി കുഴച്ചും കഴിക്കും. അടുത്തെന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സാധനമാണ് പാൽ പൊറോട്ട. തേങ്ങാപ്പാലിൽ കുതിർന്ന് കിടക്കുന്ന നല്ല മുരിഞ്ഞ പൊറോട്ട. ബീഫ് വേണമെങ്കിൽ ബീഫും വെച്ചാലും ചിക്കൻ വേണമെങ്കിൽ ചിക്കനും വെച്ച്. അടുത്തത് പൊറോട്ട പഴംപൊരി ബീഫ് കോംബോ. പൊറോട്ടയും ബീഫും വാഴക്കപ്പോ എല്ലാം കൂടെ ചേർത്ത് ഇലയിൽ പൊള്ളിച്ചിങ്ങ് തരും. എന്നിട്ട് അത് തുറന്ന് കഴിക്കണം. ഇതുപോലൊരു കോമ്പിനേഷൻ വേറെ കാണും. പഴംപൊരിയും പൊറോട്ടയും ബീഫും സെറ്റ്. നല്ലൊരു നാടൻ ഫുഡ് കിട്ടുന്ന പഴയ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി മീൻ പൊള്ളിച്ചത് ഇവിടെ. അതും വാഴയിലക്കകത്ത് മസാലയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു മീൻ പൊള്ളിച്ചതുണ്ടല്ലോ, സൂപ്പറാണ്. ഉച്ചയ്ക്ക് ഊണിന്റെ കൂടെ ഒക്കെ നല്ലൊരു പൊള്ളിച്ചത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരാം, സെറ്റാണ്. പിന്നെ ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള പാൽ പൊറോട്ടയും മീൻ കറിയും. ഉച്ചയ്ക്ക് നല്ല താലി മിൽസ് കഴിക്കണമെങ്കിൽ ഇവിടെ വരാം. ബീഫ് ഫ്രൈ, കണവ റോസ്റ്റ്, ചിക്കൻ പെരട്ട്, അങ്ങനെ ലിസ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകണം അൺലിമിറ്റഡ് ആയിട്ട്. ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഉണ്ട്, ഇഷ്ടംപോലെ ഡൈനിങ് സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മുടെ വെഞ്ഞാറമൂട് നെല്ലനാട് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലാണ് ഞാൻ ഉള്ളത്. കഴിച്ചിട്ടില്ലാത്തവർ പോയി കഴിച്ചു നോക്കുക, നല്ലൊരു ഫീൽ ആയിരിക്കും.